365 ദിവസവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ശ്രീ അർദ്ധനാരീശ്വരി ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് അരക്കുപറമ്പ് ഗ്രാമത്തിലെ വെളിങ്ങോട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീകോവിലും നമസ്കാര മണ്ഡപവും പ്രദക്ഷിണ വഴിയും എല്ലാം ജലത്തിലാണുള്ളത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂവാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വെളിങ്ങോട് എന്ന പ്രദേശത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു യോഗി വര്യൻ താമസിച്ചിരുന്നതും അദ്ദേഹം തപസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ജലത്തിൽ ആറടി കൊണ്ടുള്ള ശ്രീ പാർവതി പരമേശ്വര സാന്നിധ്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന് വെളിപാടുണ്ടാവുകയും അതിൻ പ്രകാരം ഭക്തരുടെ യശസ്സിനായി ശ്രീ പരമേശ്വര പാർവതി സാന്നിധ്യമുള്ള ഭാഗത്ത് അർദ്ധനാരീശ്വരി ദൈവ ചൈതന്യത്തിൽ ആരാധിച്ചു പോരുകയും ചെയ്തു. ഈ വെളിപാടുണ്ടായ സ്ഥലമാണ് പിന്നീട് ലോപിച്ച് വിളങ്ങോടായി മാറിയതെന്നും പറയപ്പെടുന്നു. ശിവരാത്രി ദിവസം ജലം വറ്റിച്ചാണ് വിഗ്രഹത്തിൽ അർദ്ധരാത്രി അഭിഷേകം നടത്തുന്നത്. വിവാഹ തടസ്സം മാറാൻ ഉമാമഹേശ്വര പൂജ വഴിപാട് നടത്തുന്നത് വളരെ വിശേഷണമാണ്. പൂർണ്ണമായും ജലത്തിൽ വസിക്കുന്ന അർദ്ധനാരീശ്വര പ്രതിഷ്ഠ അത്യപൂർവങ്ങളിൽ അപൂർവമാണ്. 2 ശിലകൾ ചേർന്ന ഒറ്റ ശിലയായിട്ടാണ് പ്രതിഷ്ഠയുള്ളത്. ശ്രീകോവിൽ, നമസ്കാര മണ്ഡപം, അഷ്ടദിക്പാലകർ, പ്രദക്ഷിണ വഴി, സോമസൂത്രം, വലിയ ബലിക്കല്ല്, സോപാനം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ജലത്തിൽ ആറാടിയാണ് നിൽക്കുന്നത്. മിഥുനമാസത്തിലെ മകന്നാളിലാണ് 1008 കുടം ജലാഭിഷേകം നടക്കുന്നത്. മൂർത്തി എന്നും ജലത്തിൽ വസിക്കുന്നതിനാൽ നിവേദ്യവും മറ്റും തെക്കുഭാഗത്തായിട്ടാണ് നടത്തുന്നത്. മിഥുനമാസത്തിലെ മകന്നാളിൽ ഉത്സവത്തോടനുബന്ധിച്ച് 3 ദിന കളമ്പാട്ട് നടക്കാറുണ്ട്. ശിവരാത്രി മിഥുനമാസത്തിലെ മകന്നാളിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവം, ധനുമാസത്തിലെ മകന്നാളിൽ തൃക്കൊടിയേറ്റ്, 5-ാം നാളിൽ തിരുവാറാട്ട് എന്നിവയാണ് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ. മിഥുനമാസത്തിലെ മകന്നാളിൽ ഉത്സവത്തോടനുബന്ധിച്ച് 3 ദിനം കളമ്പാട്ട് നടക്കാറുണ്ട്. ഉപദേവതകളായ തിരുവളയനാട് ഭഗവതിക്കും തിരുമാതാകുന്നിലമ്മയ്ക്കും ഇതേ മകന്നാളിലാണ് 1008 കുടം ജലാഭിഷേകം നടക്കുന്നത്. ഭക്തർക്ക് നേരിട്ട് അഭിഷേക ജലം നൽകാം എന്ന പ്രത്യേകത കൂടിയുണ്ട്. മലപ്പുറം ജില്ലയിൽ അരക്കുപറമ്പ് ഗ്രാമത്തിലെ വെളിങ്ങോട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിവാഹ തടസ്സം മാറാൻ ഉമാമഹേശ്വര പൂജ വഴിപാട് നടത്തുന്നത് വളരെ വിശേഷമാണ്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണിയിൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിക്കും.